കൂട്ടുകാരെ, ഓമേസ് ബ്ലോഗിലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മധുരത്തലപ്പ് ഈ ചാക്കിനകത്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഈ മധുരത്തലപ്പ് ഞാൻ മുളപ്പിച്ചെടുത്തത്, ഇത്രയും ആക്കിയെടുത്തത് ഒരു മധുരക്കിഴങ്ങ് മണ്ണിൽ തണവുള്ള മണ്ണിൽ നട്ട് അതിൻ്റെ വള്ളി ഇത്രയും ആക്കിയെടുത്താണ് ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും തലപ്പുകൾ. ഈ മധുരക്കിഴങ്ങ് നമുക്ക് ഭക്ഷണയോഗ്യമായ ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട കിഴങ്ങാണിത്. അത് ഏത് പ്രായക്കാർക്കും ആറ് മാസമായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതലും വയസ്സായവർക്കും വരെ കഴിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ്. ഇതിൽ കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ഇത് ഷുഗർ രോഗികൾക്കും മറ്റും കഴിക്കാൻ നല്ലതാണ്. നല്ല ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മളിത് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ യൗവനം കൂടുതൽ നിലനിർത്താൻ പറ്റുന്ന ഒരു ഭക്ഷണപദാർത്ഥം കൂടിയാണ് ഇത്. ഇത്രയൊക്കെ ഗുണഗണങ്ങൾ അടങ്ങിയ മധുരക്കിഴങ്ങ് ഞാൻ ഈ ചാക്കിലോട്ട് നട്ടു വളർത്തുന്ന കൃഷി ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. അപ്പം മധുരവള്ളി നടാൻ വേണ്ടിയിട്ട് 2 ചാക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാക്കിലേക്ക് കുറച്ച് പുല്ല് പറിച്ച് കണ്ടോ അതിൽ അടിഭാഗത്തേക്ക് നിറച്ച് കൊടുക്കാം. രണ്ട് ദിവസമായിട്ട് പറിച്ചിട്ടിരുന്ന പുല്ലായിരുന്നു. നല്ല വാടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒതുങ്ങും. ഇത് നടാൻ വേണ്ടിയിട്ട് വാഴച്ചോട്ടിൽ നിന്നും പറമ്പിൽ നിന്നൊക്കെ പറിച്ച് ഞാൻ വച്ചിരുന്നതാണ്. ഇപ്പോൾ പുല്ല് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചാക്കിലും പുല്ല് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വാടിയത് കൊണ്ട് നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അടിഭാഗത്തേക്ക് കുറച്ച് മണ്ണ് കോരിയിട്ട് കൊടുക്കാം. ഈ മണ്ണ് പച്ചക്കറി കമ്പോസ്റ്റ് ചേർത്ത് ഇളക്കിയ മണ്ണാണ്. ശകലം കുമ്മായം, എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് ഇളക്കിയ മണ്ണാണ്. ആ മണ്ണ് കുറച്ചായിട്ട് ചാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. മധുരക്കിഴങ്ങ് നടുമ്പോഴെപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഉണങ്ങിയ മണ്ണിൽ നടുന്നതാണ് വേരോട്ടത്തിനും എല്ലാം നല്ലത്. അതുപോലെ ഈ ചാക്കിന് കുറച്ച് മണ്ണ് കൊടുക്കും. നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇനി കുറച്ചിത് കണ്ടോ കരിയില ഉണങ്ങി പൊടിച്ച് നല്ല ഭംഗിയായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് വേനൽക്കാലത്ത് അടിച്ചു കൂട്ടിയിരുന്ന കരിയിലയാണ് ഇത്. നല്ല പൊടിഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ പെയ്ത് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. അത് 2 ചാക്കിലും കുറേ ഇട്ടു. കുറച്ച് മണ്ണ് കൂടെ കോരിയിട്ടു. അതാ മണ്ണര കമ്പോസ്റ്റ്. നല്ല മണ്ണരയും കിട്ടി അതിനകത്തുനിന്ന്. ഇതാ കണ്ടോ മണ്ണര. ഇത് നല്ലതാണ്.
നമ്മുടെ മണ്ണിനെ നല്ല ജൈവ ഫലഭൂഷ്ടമാക്കി തീർക്കും ഇത്. അപ്പോൾ അതിനെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണും കൂടെ വാരിയിട്ട് കൊടുക്കാം. ഈ മണ്ണ് കല്ലും ചരളമൊക്കെ മാറ്റി ഇളക്കി മാറ്റി ഇട്ടിരുന്നതാണ്. ചരളൊക്കെ മാറ്റി നീക്കിയതാണ്. അതുകൊണ്ട് വലിയ കല്ലില്ല. ഇങ്ങനെ പൊടിഞ്ഞ മണ്ണാണ് വേരോടാൻ നല്ലത്. ചേർത്ത് ഏകദേശം പകുതിക്ക് വരെയാവും. കല്ലൊക്കെ ഇടയിൽ പറിക്കളെ. ഇത് വെള്ളമൊക്കെ നനയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒതുങ്ങി വരും. നമുക്ക് കുറച്ചുകൂടെ കരിയില പൊടിഞ്ഞത് വാരിയിട്ട് കൊടുക്കാം. ഇതൊക്കെ പുല്ലും കരിയിലൊക്കെ ആകുമ്പോൾ ചാക്കിരുന്ന് പോകും. മണ്ണ് കുറേടെ ഇട്ട് കൊടുക്കേണ്ടി വരും. വെയിറ്റ്ലെസ്സാണ്, ഈസി ആയിട്ട് എടുക്കാം. മണ്ണ് വാരിയിട്ട് ചാക്കിൽ ഇത്രയും ഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട്. 2 ചാക്കിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചാണകം കൂടെ ഇതിൻ്റെ മേളിൽ കോരിയിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ വാരിയിടണം. ചാണകപ്പൊടി ഉണങ്ങി കിട്ടിയില്ല ചാണകൻ. ഇപ്പോൾ കുറച്ച് നനവുണ്ട് ചാണകത്തിന്. അപ്പം അതുകൊണ്ട് കുറച്ച് ചാണകം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത്രയും ചാണകമുള്ളൂ. ഇത് നമ്മൾ വള്ളിത്തലപ്പൊക്കെ പടർന്ന് കിളിച്ച് വരുമ്പോൾ നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം ചാണകം. അപ്പം ഞാൻ കുറച്ച് മണ്ണും കൂടെ വാരി കൊടുക്കട്ടെ. അതിന് മേളിലോട്ട് കുറച്ച് മണ്ണും കൂടെ നിറച്ച് കൊടുക്കട്ടെ. മണ്ണ് കോരി എടുക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു, എടുത്തോണ്ട് വന്നില്ല. ഇപ്പം മണ്ണൊക്കെ നിറഞ്ഞപ്പം കുറച്ച് വെയിറ്റായി. നല്ല റൗണ്ടിൽ ചാക്ക് റൗണ്ടിൽ അതിൻ്റെ മൂട് ഭാഗം കെട്ടി വെച്ചിട്ട് തിരിച്ച് ചാക്ക് മറിച്ച് ഇട്ടാണ്. അപ്പോൾ നല്ല റൗണ്ട് പോലെ ഷേപ്പ് വന്നിട്ടുണ്ട്.
നമുക്ക് മധുരവള്ളി നട്ടു കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ചാക്കിൽ ഈ ഹോൾസ് ഉണ്ടാക്കട്ടെ. ഈ ചാക്കിൽ ഹോൾസ് ഉണ്ടാക്കട്ടെ. ഈ ചാക്കിൽ 4 സൈഡിലുമായിട്ട് ഒരു 4 ഹോൾ വീതം ഉണ്ടാക്കണം. എന്തായി കുറച്ച് മുകളിലായിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള മധുര തലപ്പാണ്. അത് നമുക്ക് 3ആയിട്ട് മുറിച്ച് തരാം. അതിലൊക്കെ വേണ്ട തറ പറ്റി കിടന്നുകൊണ്ട് നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലത്ത് കിടന്നാണ്. ഇപ്പം മുറിച്ച് കൊണ്ടുവന്ന് ഒരു വാട്ടം തട്ടിയതാണ്. നല്ല വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മധുരവള്ളി ഞാൻ ഹോളിൽ കയറ്റി കൊടുക്കട്ടെ. ഹോളിലും നമുക്ക് കയറ്റി കൊടുക്കാം. അവിടെ ഹോൾസ് ഉണ്ടോ? നമ്മൾ ഓരോ ഹോൾസിൽ കൂടെ ഓരോ മധുരവള്ളി നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. അതിനെന്തിനാണെന്നറിയാമോ? ആ ഓരോ തലപ്പിലും കിഴങ്ങുകളുണ്ടാകും. നമ്മൾ ചാക്കിൽ മണ്ണ് നിറച്ച് ഈ മോൾ ഭാഗത്ത് മാത്രം നമ്മൾ വള്ളി പാകി കൊടുത്തു കഴിഞ്ഞാൽ ആ വള്ളിയിൽ മാത്രമേ കീഴോട്ട് കിഴങ്ങുണ്ടായി പോവുകയുള്ളൂ. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഓരോ വള്ളിയിലും മധുരക്കിഴങ്ങ് ഉണ്ടാവുന്നതാണ്. ഇനി നമ്മൾ ഈ മോൾ ഭാഗത്തും കൂടെ മധുരവള്ളി നട്ട് കൊടുക്കുന്നതാണ്.
കുറച്ച് മണ്ണും കൂടെ വാരി കൊടുക്കാം. കുറച്ച് മണ്ണും കൂടെ വാരിയിട്ട് കൊടുക്കണം. അപ്പം മുകളിൽ നട്ട മധുരവള്ളിയിലെല്ലാം തറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണും ഇട്ട് മൂടിയിട്ടുണ്ട്. ഇനി അടുത്ത ചാക്കിൽ നമുക്ക് മധുരവള്ളി നടാം. മധുരവള്ളി ഒട്ടും ഉണങ്ങിപ്പോകാൻ പാടില്ല. നനവ് അത്യാവശ്യമാണ്. കൂടുതൽ ഇനി വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാരം, നല്ല കിളിപ്പെല്ലാം വന്നു കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് ചാരം തൂകി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പം നമുക്ക് കുറച്ച് ചാണകം വിതറി കൊടുക്കുകയോ പച്ചച്ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യാം. ഇത് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അടിവളം കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ പുല്ലും കമ്പോസ്റ്റും ഉണങ്ങിയ കരിയിലയെല്ലാം നന്നായി ചേർത്തിട്ടുണ്ട്. 3 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലാവധി. ഇത് വളർച്ചയെത്തുന്ന കാലാവധി 3 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് മധുരക്കിഴങ്ങ് പാകമായി കിട്ടും. അപ്പോഴിതിൻ്റെ തലപ്പുകളെല്ലാം പഴുത്ത ഇലകളായി മാറും. ആ പഴുത്ത ഇലകളായി മാറി ആകുമ്പോൾ നമുക്കറിയാം ഇതിൽ മധുരക്കിഴങ്ങ് പാകമായിട്ടുണ്ടെന്ന്. ആ സമയമാകുമ്പോൾ നമുക്ക് മധുരക്കിഴങ്ങ് വിളവെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യണം. പഴയതുപോലെ ഞാൻ പറയുകയാണ്, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ടാറ്റാ. ടാറ്റാ.